ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ടേസ്റ്റി ടൂർ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അറബിക് ട്രഡീഷണൽ ഡിഷായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പേര് മജ്ബൂസ് എന്നാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്കൊരു 2 വലിയ തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ഡ്രൈഡ് ലെമണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ജീരകം, ഏലക്ക, പട്ട, ഗ്രാമ്പു, പിന്നെ കുറച്ച് കുരുമുളക് ഇവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമ്മൾ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇവ പേസ്റ്റ് ആക്കിയത് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ ഞാനിതിലേക്ക് കുറച്ച് ചിക്കന് മീഡിയം സൈസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് റൈസ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതൊരു 3 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള മല്ലിയിലയും കൂടി നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മുടെ ഈ സിമ്പിളായിട്ടുള്ള മജ്ബൂസ് റെഡിയാക്കാൻ ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് കുക്കറാണ് എടുക്കുന്നത്. അപ്പോൾ കുക്കറിൽ ഉണ്ടാക്കുകയാണ് ഏറ്റവും സിമ്പിൾ. അപ്പോൾ ഒരു 2 വിസിൽ വന്നാൽ നമ്മൾ ഈ മജ്ബൂസിൻ്റെ പരിപാടി കഴിയും. ഇത് കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാനിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കുക്കറിൽ തന്നെ ചെയ്തെടുത്താൽ മതി. ഇത് വയറ്റലും കാര്യങ്ങളൊക്കെ കുക്കറിൽ ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. പാനൊന്ന് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിൽ ചെയ്താലും മതി. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിൻ്റെ കൂടെ തന്നെ നമുക്ക് പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇവ പേസ്റ്റ് ആക്കിയതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നല്ലവണ്ണം വഴന്ന് വന്നാലാണ് നമ്മുടെ മജ്ബൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതുവരെ ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാൻ ഉള്ളി നല്ലവണ്ണം വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കളറ് നല്ലവണ്ണം മാറി വരുന്ന വരെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഈ ഒരു മജ്ബൂസ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ മജ്ബൂസിനൊരു യെല്ലോയിഷ് കളറായിട്ടേക്കും നമുക്ക് കിട്ടുക. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2 തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 തക്കാളി ചേർത്ത് കൊടുത്തത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തക്കാളി നല്ല വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളത് കുക്കറിൽ ചെയ്യണതുകൊണ്ട് തന്നെ തക്കാളിയൊക്കെ നല്ലവണ്ണം വാടി വരും. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിത് 3 കപ്പ് അരിയിലേക്കുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. കുറഞ്ഞ ക്വാണ്ടിറ്റിയിലുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ അരി കൂടുതലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചിക്കന് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ചിക്കൻ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലയൊക്കെ ഇതിന്മേൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊരു കുക്കറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ചിക്കൻ്റെ പീസസ് മുഴുവനായിട്ട് തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ അരി എടുത്തതിൻ്റെ ഡബിളാണ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് അരിയിലേക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മസാലയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ വെള്ളത്തിൽ കുറച്ച് കൂടുതലായിട്ട് നിൽക്കണം. എന്നാലേ നമ്മുടെ ചോറ് റെഡിയായി വരുമ്പോൾ അതിൽ പാകമായിട്ട് വരുള്ളൂ. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇനി നമുക്കിതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള 2 പച്ചമുളകും അതുപോലെ ഒരു ഡ്രൈഡ് ലെമണും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ ഇതൊരു 2 വിസിൽ വന്നാൽ നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 2 വിസിൽ വന്നാൽ മതി. എന്നാൽ തന്നെ നമുക്ക് ചിക്കനും അതുപോലെ റൈസൊക്കെ നല്ലവണ്ണം കുക്ക് ചെയ്ത് കിട്ടും. ഇപ്പോൾ കറക്റ്റ് 2 വിസിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 വിസിൽ കൊണ്ട് തന്നെ നമുക്കിത് നല്ലവണ്ണം കുക്ക് ചെയ്ത് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മളെ മജ്ബൂസ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ കുക്കർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല അടിപൊളിയൊരു മണമാണ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലവണ്ണം ചൂടാറി വന്നതിന് ശേഷം ഇത് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം ചൂടാറി വന്നതിന് ശേഷം മാറ്റിയാൽ മതി, അല്ലെങ്കിൽ നമ്മൾ ആ ചോറൊക്കെ പൊടിഞ്ഞു പോവും. പിന്നെ അതുപോലെ തന്നെ ഇത് നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. ഇതിലുള്ള ചിക്കനും ഒക്കെ നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി റൈസ് റെസിപ്പിയാണിത്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത്.